നമസ്കാരം. മലയാളികൾക്ക് എന്നും അഭിമാനിക്കാനും ആഘോഷിക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരു വിജയമാണ് മലയാളിയായ ബാബുക്കുട്ടൻ എന്ന ആവിർഭവ് നേടിയെടുത്തിരിക്കുന്നത്. 3 വയസ്സിൽ സംഗീത ജ്ഞാനവുമായി പാട്ടുവേദിയിലെത്തിയ ബാബുക്കുട്ടൻ എന്ന ആവിർഭവ് കയറിയിറങ്ങാത്ത സംഗീത വേദികളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ബാബുക്കുട്ടൻ സോണി ടിവിയുടെ സൂപ്പർ സ്റ്റാർ സിംഗറിൻ്റെ കിരീടം നേടിയെടുത്തതുവഴി തെന്നിന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള പാട്ടിനെ സ്നേഹിക്കുന്ന, പാട്ടിനെ ആരാധിക്കുന്ന ആളുകളുടെ പ്രിയപ്പെട്ട പാട്ടുകാരനായി ബാബുക്കുട്ടൻ മാറിക്കഴിഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് ബാബുക്കുട്ടന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴായി പല വേദികളിലായി ബാബുക്കുട്ടൻ്റെ സംഗീത വൈഭവം പൊതുജനങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ബാബുക്കുട്ടൻ. അങ്ങനെ ബാബുക്കുട്ടൻ ഇപ്പോൾ പാടി നടക്കുകയല്ല, പറന്നു പാടി നടക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. സൗത്ത് ആഫ്രിക്കയിലും ലണ്ടനിലും ഒക്കെ സംഗീത മ്യൂസിക് ഷോകളുമായി ഇപ്പോൾ വലിയ തിരക്കിലാണ് ബാബുക്കുട്ടൻ. അതിനിടയിൽ ഒരുപാട് അവാർഡുകളും ഒരുപാട് അംഗീകാരങ്ങളും ബാബുക്കുട്ടനെ തേടിയെത്തുന്നുണ്ട് എന്നുള്ളത് മലയാളികൾക്കെല്ലാം അഭിമാനിക്കാൻ തക്ക വകയുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴിതാ പി.ടി. തോമസ് എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് വേദിയിലും ബാബുക്കുട്ടൻ്റെ തിളക്കമാർന്ന പെർഫോമൻസ് കഴിഞ്ഞ ദിവസം കാഴ്ചവെക്കുകയുണ്ടായി. പി.ടി. തോമസിൻ എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് ലഭിച്ച ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള വിശിഷ്ട അംഗങ്ങൾ നിറഞ്ഞ വേദിയിലാണ് ബാബുക്കുട്ടൻ പാടി നിറഞ്ഞത് എന്നുള്ളത് വലിയ തോതിൽ അഭിമാനം നൽകുന്ന കാര്യം തന്നെയാണ്. ദേവൻ രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ കൈയടിച്ചാണ് ബാബുക്കുട്ടൻ്റെ പാട്ട് കേട്ടത് എന്നതും വലിയ തോതിൽ അഭിമാനകരമായ നിമിഷമായി മാറിയെന്ന് ബാബുക്കുട്ടൻ്റെ സംഗീത അധ്യാപകരും അതുപോലെ തന്നെ മാതാപിതാക്കളുമൊക്കെ ഒരുപോലെ സമ്മതിച്ച കാര്യമാണ്. ഇപ്പോഴിതാ ബാബുക്കുട്ടൻ വീണ്ടും ലണ്ടനിൽ നിന്നും തൻ്റെ പാട്ട് പരിപാടിയുമായി പാടി മറ്റ് രാജ്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. ബാബുക്കുട്ടന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഒരുപാട് വേദികൾ ബാബുക്കുട്ടന് വേണ്ടി മലയാളി അസോസിയേഷനുകൾ മാറ്റിവെക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. തീർച്ചയായും ബാബുക്കുട്ടൻ്റെ സംഗീതം വീണ്ടും പാടി തളിർക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ബാബുക്കുട്ടൻ ടോപ്പ് സിംഗറിൽ വീണ്ടും എത്തുന്നു. ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സിംഗർ വേദിയിൽ ഈ വർഷം വീണ്ടും എത്തുന്നു. സീസൺ 5 വീണ്ടും എത്തുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ബാബുക്കുട്ടനെ കാണാൻ കാത്തിരിക്കുന്നവർക്ക് അത് വലിയ ഒരു അഭിമാനകരമായ നിമിഷമായി